പത്തനംതിട്ട റാന്നിയിൽ CITU തൊഴിലാളി ജിതിനെ കൊലപ്പെടുത്തിയ കേസിൽ 3 പേർ കസ്റ്റഡിയിൽ. പ്രധാന പ്രതിക്കായി അന്വേഷണം തുടരുകയാണ്. കൊലപാതകത്തിന് പിന്നിൽ BJP RSS പ്രവർത്തകരാണെന്ന് CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ആരോപിച്ചു. എന്നാൽ രാജു എബ്രഹാം കൊലപാതകം BJPയുടെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VA സൂരജും പറഞ്ഞു. രാത്രി ജിതിൻ എന്ന് പറഞ്ഞ ആൾ കൊല്ലപ്പെട്ടതിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. സംഭവത്തിൻ്റെ സത്യാവസ്ഥ ഇതാണെന്നിരിക്കെ CPMന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ രാജു എബ്രഹാം ഇത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന രീതിയിൽ അത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPMുമായിട്ടും DYFIയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത്. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മേലിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകന്മാർക്ക് പോലും ഈ സംഭവമായിട്ട് ബന്ധമില്ല. പെരുന്നാട്ടിൽ ഇന്നലെ രാത്രി ജിതിൻ എന്ന് പറഞ്ഞ ശ്രീരാജ് ബാബുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്രീരാജ്, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും ഒപ്പം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒക്കെ ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. പക്ഷേ പോലീസിന് ആ ഒരു നിലപാടില്ല. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പ്രതികൾക്ക് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ബന്ധമുണ്ടോ? BJPയുടെ നിലപാട് എന്താണ് ഈ ഒരു വിഷയത്തിൽ? തീർച്ചയായും സേതു സൂചിപ്പിച്ചതുപോലെ പോലീസിന് ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് എന്നതിൽ ഒരു ഉറപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല. പോലീസ് പറയുന്നത് ആ രീതിയിലുമുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ ആ പ്രദേശത്ത് രാഷ്ട്രീയ പ്രശ്നങ്ങളോ രാഷ്ട്രീയ സംഘർഷങ്ങളോ ഒന്നും കഴിഞ്ഞ കുറച്ച് കാലയളവായി നടക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വ്യക്തിപരമായ തർക്കം മൂലമുണ്ടായ കൊലപാതകമെന്ന് തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. എന്നാൽ ഇന്നലെ രാത്രി ആശുപത്രി സന്ദർശിച്ച ശേഷം രാജു എബ്രഹാം CPIM ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം അത് രാഷ്ട്രീയ കൊലപാതകം എന്ന് തന്നെയായിരുന്നു. BJP RSS പ്രവർത്തകരാണ് കൊലപാതകത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത്. CPIM പ്രവർത്തകരുമായി DYFI പ്രവർത്തകരുമായി ഉണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു കൊലപാതകമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അതിന് മറുപടിയുമായി ഇന്ന് രാവിലെ BJP ജില്ലാ പ്രസിഡന്റ് സൂരജും രംഗത്തെത്തി. BJPയുടെ തലയിൽ കെട്ടിവെക്കാനാണ് CPMന്റെ ശ്രമമെന്നും CPIM DYFIയുമായിട്ട് ബന്ധമുള്ള ആളുകൾ തന്നെയാണ് ഈ കേസിലെ പ്രതികളുമെന്നായിരുന്നു സൂരജിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. സേതു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ MV ഗോവിന്ദൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ്. CPIM പത്തനംതിട്ടയിലെ CPMലേക്ക് BJPയുടെ പ്രമുഖരായ നേതാക്കൾ ഉൾപ്പെടെ കടന്നു വരുന്നത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് BJPയുടെ കൊലപാതക രാഷ്ട്രീയത്തിലൂടെ BJP നടത്തുന്നത് എന്നുള്ള പ്രതികരണമായിരുന്നു CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ നടത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ FIRൽ 8 പ്രതികളാണുള്ളത്. അത് നിഖിലേഷ്, വിഷ്ണു, ശരൺ, സുമിത്, മനീഷ്, ആരോമൽ, മിഥുൻ, അഖിൽ എന്നിവരാണ് 8 പ്രതികൾ. അതിൽ 3 പേരെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 5 പേർ ഒളിവിലാണ്. ഈ കസ്റ്റഡിയിലെടുത്ത 3 പേരുടെയും അറസ്റ്റ് ഇതുവരെ എന്തായാലും രേഖപ്പെടുത്തിയിട്ടില്ല. ഉടൻ തന്നെ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 5 പേർ ഒളിവിലാണ്. ഇതിൽ 2ാം പ്രതിയായ വിഷ്ണു അഖിലിനെ കാറിൽ നിന്നും കത്തിയെടുത്ത് കുത്തി അഖിലിനെയല്ല ജിതിനെ കാറിൽ നിന്നും കത്തിയെടുത്ത് കുത്തിയെന്നും മറ്റുള്ളവർ ജിതിനെ പിടിച്ചു വെച്ചു എന്നുമാണ് ആ FIRൽ പറയുന്നത്. എന്തായാലും ഇതിൽ രാഷ്ട്രീയ കൊലപാതകമാണ് ഇന്ന് CPM ഉറപ്പിച്ച് പറയുമ്പോൾ BJP പറയുന്നത് രാഷ്ട്രീയ കൊലപാതകമല്ല, പ്രതികൾ CPIMുമായി ബന്ധമുള്ള ആളുകൾ എന്നുവരെ BJP പറയുന്നുണ്ട്. എന്തായാലും കൂടുതൽ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. പോലീസ് ഇതിൽ രാഷ്ട്രീയ തർക്കമാണോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ എന്തെങ്കിലും കാര്യമാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. ശരി ശ്രീരാജ, വ്യക്തമാണ്.